നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുള്ളത്. ഇന്നത്തെ പുതിയ സർവേ പ്രകാരം 30 വയസ്സിൽ കൂടുതലുള്ള 60% സ്ത്രീകളും പൊണ്ണത്തടിയിലെ പ്രശ്നത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ള 30% സ്ത്രീകളിലേക്കും ജീവിതശൈലി രോഗങ്ങളിലേക്കെല്ലാം മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ കാരണം നമുക്ക് ചർച്ച ചെയ്യാൻ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്നുള്ളത് ഹൈ റൈസ് കൺസംഷൻ. അതായത് നമ്മൾ കേരളത്തിലെ ഭക്ഷണ രീതികൾ ഒരു ദിവസം ശരാശരി 4-5 നേരം മലയാളി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതായത് രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ഉച്ച കഴിക്കുന്ന ആളുകളുണ്ട്, 4 മണിക്ക് ചായ സ്നാക്സ് കഴിക്കുന്ന ആളുകളുണ്ട്, രാത്രിയും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ശരാശരി മലയാളി 5 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ഈ 5 നേരത്തെ ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകം എന്നുള്ളത് അരിഭക്ഷണം. അരിഭക്ഷണത്തിൻ്റെ അളവ് വളരെ കൂടുതലായി കഴിക്കുന്നത്. ഈ അരിഭക്ഷണം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് പഞ്ചസാരൻ്റെ പാക്കറ്റാണ് അരിഭക്ഷണം എന്നുള്ളത്. ഇത് നമ്മൾ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പഞ്ചസാര പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ അമിതമായിട്ടുള്ള ഈ അരിഭക്ഷണമാണ് മലയാളി സ്ത്രീകളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റിയുള്ളതാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. മറ്റൊരു വിഷയമാണ് ലോ അവയർനെസ് ഓഫ് ഫിറ്റ്നസ് കൾച്ചർ. അതായത് നമ്മൾ മലയാളി വലിയ അഹങ്കാരം പറയുന്നുണ്ട്, നമ്മൾ എഡ്യൂക്കേഷന് സംഭവം ഒക്കെ സമ്മതിച്ചറാം, ഓക്കെയാണ്. എന്നിരുന്നാലും ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൽ ലഭിച്ചിട്ടില്ല. പലരും തർക്കത്തിന് വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സമർത്ഥിക്കാം, കേരളത്തിൽ നമ്മൾ പഠിച്ചൊരു 10ാം ക്ലാസ് വരെ ശരാശരി ബയോളജി അല്ലെങ്കിൽ ആരോഗ്യ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് അതിൽ കൃത്യമായിട്ട് തടി കുറക്കാൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളെ കൃത്യമായിട്ട് ഒരു പരാമർശം നടത്തിയിട്ടില്ല. എന്തൊക്കെയോ ഒന്ന് പഠിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള എങ്ങനെ തടി കുറക്കണം, ഏതൊക്കെ ഭക്ഷണം കുറച്ചാൽ തടി കുറക്കുക, എങ്ങനെ വ്യായാമങ്ങൾ ചെയ്യണം, വ്യായാമത്തിൻ്റെ രീതികൾ, ഇങ്ങനത്തെ യാതൊരു രീതിയും കൃത്യമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പഠിച്ച പുസ്തകത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പൊതുവെ കേരളത്തിലെ മിക്ക സ്ത്രീകളും പൊണ്ണത്തടിയിലേക്ക് അറിയാതെ മാറുന്നത്. മറ്റൊരു പ്രധാന കാര്യമാണ് ഷുഗറി ഫുഡ് ആൻഡ് ടീ കൾച്ചർ. നമ്മുടെ ഒരു കൾച്ചറിൽ പ്രധാനമായിട്ട് ചായ പല സമയത്ത് കുടിക്കും. സത്യത്തിൽ എന്തിനാണ് ഈ ചായ കുടിക്കുന്നത്? നമ്മൾ രാവിലെ കുടിക്കുന്നുണ്ട്, ഉച്ച കുടിക്കുന്നുണ്ട്, രാത്രി കുടിക്കുന്നുണ്ട്, പല ചായ കുടിക്കുക. ഈ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ മധുരം നമ്മൾ അറിയാതെ പഞ്ചസാര ഒരുപാട് കഴിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് പല മധുര വസ്തുക്കൾ നമ്മൾ അമിതമായി കഴിക്കുന്ന രീതിയുമുണ്ട്. ഈ ചായ കൾച്ചർ ഒന്ന് ആരോഗ്യകരമായ രീതിയിലേക്ക് മാറിയാൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ പൊണ്ണത്തടിയെന്ന് പറയും. കാരണം നമ്മൾ അറിയാതെ നമ്മൾ പഞ്ചസാര കഴിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്ക് പ്രകാരം ശരാശരി ഒരു മലയാളി ഒരു ദിവസം 50 ഗ്രാം പഞ്ചസാര കഴിക്കുന്നുണ്ട്. ഈ 50 ഗ്രാം എന്നുള്ളത് ചെറിയൊരു സംഖ്യയല്ല, അത് വലിയ സംഖ്യ. ഒരു വ്യക്തി ഒരു 60 വയസ്സിൽ ജീവിക്കുകയാണെങ്കിൽ 1000 കിലോക്ക് മുകളിലാണ് ഇത്തരം ഓരോ വ്യക്തികളും കഴിക്കുന്നത്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ഈ സാംസ്കാരിക ഭക്ഷണ രീതികളിലൂടെയാണ് ഘട്ടം ഘട്ടമായി സ്ത്രീകൾ പൊണ്ണത്തടിയിലേക്ക് മാറുന്നത്. ഒരു പ്രധാന ഒരു പോയിന്റാണ് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ്. അതായത് വളരെ വൈകിയുള്ള ഭക്ഷണം. കേരളീയരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 8 മണി, 8:30 മുതൽ 9:30 ഇടയിൽ ഭക്ഷണം കഴിക്കാം. അത് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കും, അതും റൈസ് ആയാലും കഴിക്കണ്ടായിരിക്കാം. മാത്രമല്ല ഈ സ്ത്രീകളൊക്കെ മക്കൾ കഴിച്ചതിന് ബാക്കി വരുന്ന ഭക്ഷണം കഴിക്കുക. അവരറിയാതെ തന്നെ കൂടുതൽ റൈസ് കഴിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വൈകി കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയാനും ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ എന്താണ്, ഈ വൈകി കഴിക്കുന്ന ഈ അരി ഭക്ഷണങ്ങളാണ് കേരളത്തിലെ സ്ത്രീകളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നത്. മറ്റൊന്നാണ് ലോ ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീകൾ പൊതുവെ ജോലിക്ക് പോകുന്നില്ല. വളരെ ചെറിയ ശതമാനം ജോലിക്ക് പോകുന്നവരുണ്ട്, ഞാൻ തർക്കിക്കാനല്ല. എന്നാലും ഭൂരിപക്ഷം ആളുകളും ജോലിക്ക് പോകുന്നില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞൊരു യാത്രാ ഭാഗമായിട്ട് ഹിമാചൽ പ്രദേശിൽ പോയിരുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശത്തിലെ ഈ ഗ്രാമങ്ങളൊക്കെ ഏകദേശം ഒറ്റപ്പെട്ട ഗ്രാമങ്ങളാണ്. ഈ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ അവിടെ ജോലിക്കാരെ കിട്ടില്ല. അപ്പോൾ അവരെന്തെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ഒരു 40 വർഷം മുമ്പുള്ള കൾച്ചർ അവിടെ അല്ല. അതായത് ഒരു വീട്ടിലത്തെ കൃഷി സ്ഥലങ്ങൾ 5-10 ഏക്കറൊക്കെ ഭൂമി ഉണ്ടായിരിക്കാം. ആ സ്ഥലങ്ങളെല്ലാം അവിടുത്തെ വീട്ടുകാരെല്ലാവരും ജോലി ചെയ്തു. അപ്പോൾ എല്ലാവരും ജോലിയിൽ വ്യാപൃതരാണ്. എന്നാലും നമ്മുടെ നാടുകളിൽ 40 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്നുള്ളത് എന്താണ്,
സ്ത്രീകൾ പൊതുവെ ജോലി ചെയ്യാത്തൊരവസ്ഥയാണ്, ജോലിക്ക് പോകുന്നില്ല, അവർ വീട്ടിലിരിക്കുകയാണ്. വീട്ടുപരണമൊക്കെ ആകുമ്പോൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല അവർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് ഘട്ടം ഘട്ടമായി മാറുക. അപ്പോൾ ഈ ലോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന കാര്യം വളരെ പ്രധാനമായിട്ടും കേരളത്തിലെ സ്ത്രീകൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. മറ്റൊന്നാണ് കംഫർട്ട് വിത്ത് വെഹിക്കിൾ. ഇന്ന് 1990-95 ശേഷം നമ്മളെ കൾച്ചറിൽ വലിയ ജീവിതശൈലി വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിക്ക ആളുകളുടെ വീടുകളിലും വാഹനങ്ങളാണ്. ഈവൻ കേരളത്തിലെ കൂലിപ്പണിക്കാരുടെ വീടുകളിൽ തന്നെ 2-3 വാഹനങ്ങളുടെ കൾച്ചറാണ്. ഇത് നമ്മൾ നടക്കുന്നില്ല. ഇത് നമ്മൾ യാതൊരു നേരത്തെ പറഞ്ഞൊരു ഫിസിക്കൽ നമ്മുടെ ശരീരത്തിന് യാതൊരു ആക്ടിവിറ്റിയും ലഭിക്കുന്നില്ല. നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, തീരെ ഒരു വ്യായാമം ചെയ്യാത്തൊരവസ്ഥയാണ്. ഈ ഒരു പ്രത്യേക ഈ വാഹനത്തിൻ്റെ അമിതമായ ഉപയോഗമാണ് ഘട്ടം ഘട്ടമായി കേരളത്തിലെ സ്ത്രീകളെ ഇപ്പോൾ നടയിൽ മാറ്റുന്നത്. സത്യത്തിലൊക്കെ നമുക്കൊരു 1 കിലോമീറ്റർ ദൂരത്തേക്ക് നമുക്ക് പണ്ടത്തെ കാലത്ത് നടന്നിരുന്നു. പണ്ട് 4-5 കിലോമീറ്റർ ഒക്കെ നടന്നിരുന്നു. ഇന്ന് നോക്ക്, ഇന്ന് നമ്മളെ വീടുകളിൽ ആരും നടക്കുന്നില്ല. നമ്മുടെ കൾച്ചർ മാറിയിട്ടുണ്ട്. ഇതാണ് ഘട്ടം ഘട്ടമായിട്ട് സ്ത്രീകളെ പൊണ്ണത്തടി മാറ്റാൻ പ്രധാനമായിട്ട് കാരണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ പ്രഗ്നൻസിക്ക് ശേഷമുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതികൾ. നമ്മുടെ നാട്ടിലറിയാം, സ്ത്രീകൾ നല്ല സുന്ദരികളായ സ്ത്രീകൾ, നല്ല ഷേപ്പ് ബോഡി ഷേപ്പൊക്കെ നല്ല ആരോഗ്യമുള്ള സ്ത്രീകളായിരിക്കാം. പക്ഷെ അവർ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പ്രസവാനന്തര ഭക്ഷണ രീതിയുണ്ട്. ഒരു 2-3 മാസം ആ സമയത്ത് എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഭക്ഷണങ്ങളും അരിഷ്ടങ്ങളും മരുന്നുകളൊക്കെ ഇപ്പോൾ സ്ത്രീകളെ കൊണ്ട് കഴിപ്പിച്ച് എന്ത് ചെയ്യും, പൊണ്ണത്തടിയിലേക്ക് മാറ്റും. ഈ കൾച്ചർ നമ്മുടെ നാട്ടിൽ മാറ്റേണ്ടതുണ്ട്. സത്യത്തിൽ പ്രസവാനന്തരം ഒരു റെസ്റ്റ് സ്ത്രീകൾക്ക് ആവശ്യം. പക്ഷേ പ്രസവാനന്തരമുള്ള ഈ അമിതമായുള്ള ഭക്ഷണ രീതിക്ക് യാതൊരു ശാസ്ത്രീയ വശവും ഇല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സ്ത്രീകളെങ്കിലും ഇത്തരം ഭക്ഷണ രീതിയിൽ മാറും. അപ്പോൾ ചോദിക്കുമ്പോൾ എന്ത് കഴിക്കണം? നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, ആ ഭക്ഷണം തന്നെ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം കഴിച്ച യാതൊരു കുഴപ്പം നിങ്ങളുടെ ബോഡിക്ക് വരില്ല. മാത്രമല്ല, പ്രസവിച്ച് കഴിഞ്ഞ് 2-3 മാസത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ പങ്കെടുക്കേണ്ടതിന് ചെറിയ രീതിയിൽ എക്സസൈസിൽ വീട്ടിൽ ഇപ്പം ആധുനിക കാലഘട്ടമാണ്, വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഈ പ്രസവാനന്തരം ഈ ഭക്ഷണ രീതിയെ നിയന്ത്രിക്കുകയും പ്രസവിച്ചിട്ട് 1-2 മാസത്തിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് വ്യായാമം ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും വേണം. എന്നാൽ നമ്മൾ ഈ പൊണ്ണത്തടി ഒരു പരിധിയിൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാന പോയിന്റാണ് ഈ ഹോർമോണൽ ചേഞ്ചസ്. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചൊരു 45-55 ഇടയിൽ മെനോപോസ് അല്ലെങ്കിൽ ഒരു പീരീഡ്സ് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ പൊതുവെ സ്ത്രീകൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് വരും. കാരണം പല ഹോർമോണൽ ചേഞ്ചസ് അവർക്ക് വരും. പക്ഷെ ഈ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ചെയ്തു തുടങ്ങണം. ഈ മെനോപോസ് സമയം, ഈ വീഡിയോ കേൾക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും, ഈ മെനോപോസ് സമയത്ത് എന്ത് ചെയ്യുക, മാനസികമായി അസ്വസ്ഥ ഇരിക്കാൻ പാടില്ല. അത് പ്രകൃതിയുടെ സംവിധാനമാണ്. അപ്പം ഈ സമയത്ത് കൃത്യമായി ഭക്ഷണം നിയന്ത്രിക്കുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. ഒരു ദിവസം 1/2 മണിക്കൂറിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, കൂടുതൽ വെള്ളം കുടിക്കുക, പിന്നെ ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ പൊണ്ണത്തടിയെ ഈ മെനോപോസ് സമയത്ത് നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റു പ്രധാന പോയിന്റാണ് ഈ നമ്മളെ ഫങ്ഷൻസ്. മലയാളിക്ക് എന്ത് ഫങ്ഷനാണ് ഹെവി ഫുഡാണ്. ഇന്ന് കേരളത്തിൽ ഏത് മതസ്ഥർ, ഏത് ജാതി മത വിഭാഗമാണെങ്കിലും ശരി, ഒരുപാട് ഈ പ്രോഗ്രാമുകളൊക്കെ ഹെവി ഫുഡുകളാണ് കഴിക്കുന്നത്. മാത്രമല്ല കൂടുതൽ കലോറിയുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. ഇത്തരം അശാസ്ത്രീയ ഫുഡിങ്ങിലൂടെയാണ് കേരളത്തിലെ സ്ത്രീകൾ ഘട്ടം ഘട്ടമായി പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുള്ളത്. ഇതുപോലെ സ്ത്രീകളെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.